ഗൂഗിൾ ആഡ്സൻസ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. പലരും ചോദിച്ചുള്ള ഒരു കാര്യമാണ് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് എന്തൊക്കെ രീതിയിൽ മോണിറ്റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക് തന്നെയാണ്. സോ വാച്ച്. അതിൽ വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാം. അതിലൂടെ ആ പ്രോഡക്റ്റിന്റെ സെയിൽ നടന്നു കഴിഞ്ഞാൽ കമ്പനി നമുക്ക് ചെറിയൊരു കമ്മീഷൻ തരുന്നതാണ്. ഇപ്പം നമുക്കറിയാൻ പറ്റും ഒരുപാട് ബ്യൂട്ടി ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ അൺബോക്സിംഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ച് കുറച്ച് റിവ്യൂസ് ഒക്കെ എഴുതിയിട്ട് അതിന് താഴെ അവരുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സാധനം പർച്ചേസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു എമൗണ്ടിന് ചെറിയൊരു കമ്മീഷൻ കമ്പനി ആ ബ്ലോഗേഴ്സിന് കൊടുക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എഴുതുന്ന റിവ്യൂസ് ഒക്കെ തന്നെ ജെന്യൂൻ ആയിരിക്കാൻ നോക്കുക. അതായത് നമ്മൾ ആദ്യം ആ സാധനം ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂസ് ഒക്കെ തന്നെ കൊടുക്കാൻ നോക്കാം. കാരണം നമ്മളിപ്പം ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ആ സാധനം വാങ്ങിയിട്ട് അവർ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി ആ പ്രോഡക്റ്റിന് ഇല്ലെങ്കിൽ നമ്മുടെ മേലൊരു ട്രസ്റ്റ് ആയിരിക്കും ഇല്ലാണ്ടാവുക. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലിപ്പിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് Flipkart.com പോലുള്ള വെബ്സൈറ്റുകളൊക്കെ തന്നെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇത്തരം വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. നിങ്ങൾക്ക് വെബ്സൈറ്റുകളൊക്കെ തന്നെ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഒരു സ്പെസിഫിക് നേഷ്യ റിലേറ്റഡ് ആയിട്ട് ഒരു വെബ്സൈറ്റ് വാങ്ങി അത്തരം വെബ്സൈറ്റുകളിൽ അത്യാവശ്യം കണ്ടന്റും അത്യാവശ്യം ട്രാഫിക് ഒക്കെ ജനറേറ്റ് ചെയ്ത് നിങ്ങൾ ആഡ്സൻസ് അപ്രൂവലിന് അപ്ലൈ ചെയ്യാം. ആഡ്സൻസ് അപ്രൂവൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈറ്റുകളിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിനെ സെൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ Flipkart.comന്റെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിളിൽ നമ്മൾ ഫ്ലിപ്പാന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പാൻ്റെ ഒരു വെബ്സൈറ്റ് കാണാം, Flipkart.com. അപ്പം ഈ ഒരു സൈറ്റിൻ്റെ ഒരു ഹോം പേജ് എന്ന് പറയുന്നത് ഇതായിരിക്കും, Flipkart.com. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ കാണാം. ഇതൊക്കെ സെല് ചെയ്യാൻ വെച്ചിട്ടുള്ള വെബ്സൈറ്റുകളാണ്. ഓരോന്നിൻ്റെ പ്രൈസ്, അതേപോലെ തന്നെ ഓരോന്നും ഏത് കാറ്റഗറിയിൽ പെടുന്നു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സൈറ്റുകളുണ്ട്. ഇതിലിപ്പം എന്തൊക്കെ സൈറ്റുകളാവാം, അതുപോലെ തന്നെ വെബ് ആപ്പുകളാവാം, അങ്ങനത്തെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ സെല് ചെയ്യാൻ പറ്റും. ആഡ്സൻസ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. ആ ഒരു സൈറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോയത്. അപ്പം ഇതിൻ്റെ ഒരുവിധം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എത്ര സൈറ്റിൻ്റെ ഏജ് എത്രയായി, അതേപോലെ തന്നെ അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ട്രാഫിക്, അതിൻ്റെ ഒരു ഗ്രാഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഓരോ മാസത്തിലും കിട്ടിയിട്ടുള്ള റവന്യൂ, അതേപോലെ അതിൻ്റെ ഒരു പ്രോഫിറ്റ്, കോസ്റ്റ് എത്രയാണ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ സെല്ലറിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിനെ പറ്റിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ പർച്ചേസിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ഒരു പ്രൂഫും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം വെറുതെ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഇത്രയും ട്രാഫിക് അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ജനറേറ്റ് ചെയ്തു എന്നല്ലാണ്ട് അതിൻ്റെ ഒരു പ്രൂഫ് കാര്യങ്ങളൊക്കെ PDF ആയിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ള സെക്ഷനുണ്ട്. ഇപ്പം ഇതിൽ സെല്ല് ചെയ്യാൻ വെച്ച വെബ്സൈറ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് കമൻറ്റ്സ്, അതിനെക്കുറിച്ച് നമുക്ക് അവരോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ കമൻസിലൂടെ ചോദിക്കാനൊക്കെ പറ്റും. അതിന് അവർ റിപ്ലൈയും തരുന്നതാണ്. ഇവിടെ ഒരുപാട് കമൻറ്റ്സ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈറ്റിൻ്റെ ഇതായിട്ട് ഒരുപാട് കമൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇതിൽ കമൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു കറൻറ്റ് പ്രൈസ്, എത്ര വ്യൂസ് ഉണ്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ നോക്കിയിട്ടുള്ള അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അയാളോട് ഈ സെല്ലറുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഓഫർ ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഹോം പേജിലേക്ക് തന്നെ പോവാം. വേറെ ഒരുപാട് സൈറ്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇവർ ഫ്ലിപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്, ഇതൊക്കെ സെല് ചെയ്യാൻ വെച്ചിട്ടുള്ള വെബ്സൈറ്റുകളാണ്. ഓരോന്നും കുറേ വെബ്സൈറ്റുകളുണ്ട്. ഇ-കൊമേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ കണ്ടൻറ്റ് വെച്ചിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. ഓരോന്നിനും കാറ്റഗറീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് വെബ്സൈറ്റുകൾ വാങ്ങിയിട്ട് അതൊന്നുകൂടി സെറ്റപ്പ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അതിലൊരു ആഡ്സിലൂടെ നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ അപ്പോൾ അതിൻ്റെ പ്രൈസ് വഴി തന്നെ നമുക്ക് ഇതിനെ അപ്പോൾ ഇതിലിപ്പം പ്രൈസ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറി വെച്ചിട്ടൊക്കെ നമുക്ക് വെബ്സൈറ്റുകളെ നോക്കാൻ പറ്റും. പ്രൈസ് വെച്ചിട്ടാണെങ്കിൽ അതേപോലെ സോർട്ട് ചെയ്യാൻ പറ്റും. ലോസ്റ്റ് പ്രൈസ് വെച്ചിട്ട് സോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം $1 വരുന്ന ഒരു സ്പോൺസേർഡ് വെബ്സൈറ്റ് ഇതിൻ്റെ അകത്ത് കാണാം.
ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് നോക്കാം. സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ സെല്ല് ചെയ്യുന്നത് നോക്കാൻ പറ്റും. ഇതിലിപ്പോൾ വെബ്സൈറ്റുകൾ അതേപോലെ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെല്ല് ചെയ്യാൻ പറ്റും. ഡൊമെയിൻസ് സെല്ല് ചെയ്യുന്നവരുണ്ട് വാങ്ങി വെച്ചിട്ടുള്ള. അതേപോലെ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ട് അത് സെല്ല് ചെയ്യുന്നവരുണ്ട്. നമ്മൾ നോർമലി ഒരു സ്ഥലം വാങ്ങിയിട്ട് അതിൽ അത്യാവശ്യം കൃഷി അല്ലെങ്കിൽ ഒരു വീടൊക്കെ വെച്ചിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ വെബ്സൈറ്റിൻ്റെ URL എൻ്റർ ചെയ്യുക എന്നുള്ളത്. അതായത് ആഡ്സെൻസ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ URL എൻ്റർ ചെയ്യുക, പക്ഷേ കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ പറയുന്ന സ്റ്റെപ്പിൽ എന്താ ബിസിനസ് നെയിം ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എപ്പോഴാണ് ബിസിനസ് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമുക്കതൊന്ന് കൊടുക്കാം. ബിസിനസ് നെയിം ഇപ്പം റാങ്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് തുടങ്ങിയിട്ടുള്ള ഇയർ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ്. ഇപ്പം 2019. യെസ്. പിന്നെ ഓക്കെ സെപ്റ്റംബർ. പിന്നെ വേർ ഈസ് യുവർ ബിസിനസ് രജിസ്റ്റേർഡ് ഇന്ത്യ. ഓക്കെ ഇന്ത്യ. പക്ഷേ കണ്ടിന്യൂ കൊടുക്കാം. ഇതിലതേപോലെ എന്ത് ടൈപ്പ് വെബ്സൈറ്റാണ് നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇ-കൊമേഴ്സ് ആണോ, സാസ് സർവീസ്, മാർക്കറ്റ് പ്ലേസ്, അഡ്വർടൈസിങ്, ഇതിലേത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ സർവീസാണ് കൊടുത്തുള്ളത്. വേറെ സബ്ബായിട്ടുള്ള ടൈപ്പ് ഡിജിറ്റലാണോ അല്ലെങ്കിൽ ഫിസിക്കൽ, അത് റിലേറ്റഡ് ആയിട്ട് സബ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ എന്ത് ഇൻഡസ്ട്രി ആണെന്ന് ചോദിക്കുന്നുണ്ട്. വെബ്സൈറ്റ് എന്ത് ഇൻഡസ്ട്രിയിൽ പെടുന്നതാണ്. ഇതിലൊരുവിധം കുറേ ഇലക്ട്രോണിക്സ് ബിസിനസ്സാണ് ഒരുപാടുണ്ട്. ഇനിയിപ്പം എൻ്റർടൈൻമെൻറ്റ് അതേപോലെ ഇൻ്റർനെറ്റ് അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ബിസിനസ് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സബ്ബായിട്ട് ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ഇതിലിപ്പം അത് ബിസിനസ് വിച്ച് മോണിറ്റൈസേഷൻ മെത്തേഡ്സ് ആർ യൂസ് ചെയ്ത്. ഇപ്പം ഈ വെബ്സൈറ്റിൽ ആഡ്സെൻസ് ആണ് മോണിറ്റൈസേഷനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. കണ്ടിന്യൂ കൊടുക്കാം. ഇനി പ്രൊവൈഡ് സൈറ്റ് ട്രാഫിക് ആണ്. അപ്പം അതിന് നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സുമായിട്ടൊക്കെ ഇത് കണക്ട് ചെയ്യണം. കാരണം അവർക്ക് കറക്റ്റുള്ള ഇങ്ങനെ പ്രൂഫ് കാര്യങ്ങളൊക്കെ കിട്ടണം, സൈറ്റിൽ നല്ല ട്രാഫിക് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അതേപോലെ ഹൗ മച്ച് റവന്യൂ, നമ്മളെത്ര റവന്യൂ ഇതിൽ നിന്ന് 12 month പീരിയഡിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്തൊക്കെ എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം. പിന്നെ അതേപോലെ എത്ര പ്രോഫിറ്റാണ് നമുക്ക് ഈ വെബ്സൈറ്റിൽ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ കൊടുക്കാം. കറക്റ്റ് കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മളിവിടെ പ്രൂഫും സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കില്ല, കാരണം എൻ്റെ വെബ്സൈറ്റ് ആഡ്സെൻസ് അപ്രൂവ് ആയിട്ടൊരു 2 month 3 month ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കോട്ട് തന്നെ പോവാം. ഇതെല്ലാ കാറ്റഗറിയിലുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഇതിൽ കിട്ടും. പലരും ചെയ്യുന്ന കാര്യം ഇതിലിപ്പോൾ ആഡ്സെൻസ് അപ്രൂവൽ കിട്ടിയുള്ള വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെൽ യുവർ വെബ്സൈറ്റ് ആഡ് സ്പേസ്. ഇത് ഗൂഗിൾ ആഡ്സെൻസിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു സൈഡ് ബാർ അല്ലെങ്കിൽ ഒരു ടോപ്പ് സെക്ഷൻ ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനീസിനൊക്കെ ആഡ്സ് റൺ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെൽ ചെയ്യാൻ പറ്റും. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. നാലാമത്തെ മെത്തേഡ് ഗൂഗിൾ ആഡ്സെൻസ് തന്നെയാണ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിന് അത്യാവശ്യം മൊത്തത്തിലൊന്ന് സെറ്റപ്പ് ചെയ്ത് അതേപോലെ തന്നെ SEO കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സെൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു കോഡ് തരും. അത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡർ സെക്ഷനിൽ അതേപോലെ തന്നെ ഫൂട്ടർ സെക്ഷനിലൊക്കെ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു $0.5 to $5 വരെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെൽ യുവർ ഓൺ ഡിജിറ്റൽ പ്രോഡക്ട്സ്. അതായത് നമ്മുടെ ഡിജിറ്റലി നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് വഴി നമുക്ക് സെൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം കിൻഡിലൊക്കെ തന്നെ ബുക്സ് എഴുതിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന് അത് പ്രൊമോഷനായി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗായ്സ്, എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ തന്നെ താഴെ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.